ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ക്യാച്ചാട്ടിന് വേണ്ടി വിശ്വകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്ന 1500 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അപ്പം 1500 വർഷത്തിന് മേലെയുള്ള കാർപ്പൻട്രിയുടെ അതിവിപുലമായ തരത്തിലുള്ള, നമുക്കൊരിക്കലും അവിശ്വസനീയമായി ഇതെങ്ങനെ മനുഷ്യർ തന്നെ പണിഞ്ഞതാണോ എന്ന രീതിയിൽ പോലും ആയിരുന്നു. യന്ത്രങ്ങളുടെ കാലഘട്ടമൊന്നും അല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആശാരിമാർ പണിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇന്നുള്ളവർക്ക് ഇത് അപ്രാപ്യമായ കാര്യമാണ്. ഇന്നുള്ളവർക്ക് ഇതിൻ്റെ കണക്കുകളൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്രയ്ക്ക് മനോഹരമായ, അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, വിസ്മയിച്ച് നിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പണികളാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം എനിക്ക് പകർത്താൻ കഴിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഓടിച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം ഇനി ഇതിനോട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും ഇത്തരത്തിലുള്ള ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, കണ്ടോ, ഇത് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. ഇതിനകത്തിൽ അവർ കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട്, തടികളും ഉപയോഗിച്ചിട്ടുണ്ട്. കല്ലുകളിലെല്ലാം കുത്തുപണികളാണ്, നോക്കിക്കോണം. പിന്നെ ദൂരത്ത് നമുക്കൊരു വാതിൽ കാണാൻ കഴിയുന്നില്ല. അത് 2 പാളിയുടെ വാതിലാണ് കേട്ടോ, തടിയിലുള്ള വാതിൽ. ഇതാ ഇവിടെ നമുക്ക് ശില്പങ്ങൾ കാണാൻ കഴിയും. കയറി ചെല്ലുന്നതിൻ്റെ അടുത്ത് കാണാൻ കഴിയുന്നതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ടോപ്പ് ഭാഗമാണ്, കണ്ടില്ലേ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. 1500 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ളതാണ്. ഓർത്തോണം. ഇതാ അതിൻ്റെ കുത്തുപണികൾ കണ്ടില്ലേ, അതിൻ്റെ കൂടുകൾ കണ്ടില്ലേ, മേൽക്കൂടുകൾ. ഇതൊക്കെ ആഞ്ഞിലിയിലും തേക്കിലുമാണിത് ഭൂരിപക്ഷവും പടിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറിയാൽ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, 2 പാളിയാണത്. ഇതിപ്പം കേരളത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നത്, അതിന് വിജാഗിരി ഒന്നുമില്ല. അത് ആ തടിക്കകത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഭയങ്കര പവറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് മാറി എന്നിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. കണ്ട, എന്തൊരു കൂടാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കിയത്. കേരളത്തിൽ വിരളമായ ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും പ്രാചീനമായ ക്ഷേത്രങ്ങളും അതിൻ്റെ പണികൾ ആ പുരാതനമായ രീതിയിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണിതെന്ന് പറയുന്നത്. ഇതിനൊരു നില കൂടിയുണ്ട്, ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇനിയിട്ട് ഇതെന്ന് പറയുമ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഏരിയയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുമ്പോൾ ഇതിലും വലിയ വിസ്മയങ്ങൾ കാണാം. ഞാനിത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലൊന്ന് കയറി കാണിച്ചു തരാം. ഇതിനൊരു ഒരു നില കൂടിയുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ, അതുകൂടി ഞാനൊന്ന് കയറി കാണിച്ചു തരാം. ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ഇതെന്ന് പറയുമ്പോൾ മാവേലിക്കരയിൽ, അതായത് ആലപ്പുഴ ജില്ലയിലുള്ള മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. കാണേണ്ടവർക്കൊക്കെ ഒന്ന് ഇത് കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മേളിലോട്ടൊന്ന് കയറാം. മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് കേട്ടോ. അതും തടി പണിഞ്ഞു വെച്ചിരിക്കും. ഞാനങ്ങോട്ട് കയറാൻ പോകണം. അപ്പോൾ അത് കയറുന്നതിന് മുന്നായിട്ട് ഇതാ ഇവിടെ കുറേ ശില്പങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് എവിടെ നിന്ന് പകർത്തണം എന്ന് എനിക്ക് പോലും അറിയില്ല. ഞാനങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് അതായത് മറ്റ് ചില കുത്തുപണികളൂടെ കണ്ടു. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ. കണ്ടില്ലേ, നമ്മുടെ ഭാരതീയമായ പുരാണങ്ങളുടെയൊക്കെ സത്തുകളാണ്, മെയിൻ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ കുത്തി വെച്ചിരിക്കുന്നത്. കണ്ടില്ല, ഞാനിതിൻ്റെ മുകളിലോട്ട് കയറാൻ പോകണിത് തടിയുടെ ഫുൾ തടി വെച്ച് ചെയ്തിരിക്കുന്ന ആഞ്ഞിലി തടിയാണ്. അപ്പോൾ ആഞ്ഞിലിയുടെ തടി വെച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെയറാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് മുകളിലോട്ട് കയറാൻ പോകണ്ടില്ലേ, ചെറിയൊരു വാതിൽ പോലാണ് മുകളിലോട്ട് കയറാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. കയറിയിട്ട് നിങ്ങൾ അവിടത്തേയും കൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അകത്തളവെന്ന് പറയുന്നത്. എല്ലാം തടി വെച്ച് ചെയ്തിരിക്കുന്നൊരു മച്ചു പോലെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ കൂട്ടുകൾ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വർഷമെന്ന് പറയുമ്പോൾ അത് ആഞ്ഞിലിത്തടി, തേക്കും തടിയുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല ആഞ്ഞിലിത്തടിയുടെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഉത്തരം കൂടിയാണിതെന്ന് പറയുന്നത്. നല്ല കാതലൊത്ത ആഞ്ഞിലിത്തടിയാണെങ്കിൽ അത് കാലം ചെല്ലും തോറും ഈട് നിൽക്കുമെന്നാണ് പൂർവികർ പറയുന്നത്. ഇതൊരു കൂടാണ്. ഈ കൂട് വന്ന് സമ്മേളിക്കുന്നതിൻ്റെ ബന്ധനമാണിതെന്ന് പറയുന്നത്.
എൻ്റെ ഒരു ജോയിൻറ്റ് കണ്ടില്ല. ഇതൊന്നും ആർക്കും ഇപ്പോഴത്തെ തലമുറക്ക് അറിയാത്ത കാര്യം തന്നെയാണ്. അത് ഇങ്ങനെയുള്ള ഈ പഴയ കാലത്തെ ഈ ജോയിൻസിനൊക്കെ ഓരോരോ പേര് പറയാം. അപ്പം അവർ പേരെന്തുവാണെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ പൂർവികരായിട്ട് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ പേര് കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിടുക. കണ്ടില്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിളിവാതിൽ പോലുണ്ട്. ഇത്ര കൂട്ടാണിത് കണ്ട. ഈ കാഴ്ച പകർത്താനായിട്ട് ഇന്ന് നമ്മുടെ വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അവരും ആ വാതിൽ വഴി ഇവിടെ കയറി വന്നു. കണ്ടില്ലേ, അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ അവിടെ താഴോട്ടിറങ്ങുകയാണ്. അങ്ങനെ പകർത്താനാണെങ്കിൽ അവിടെ ഇന്ന് മുഴുവൻ കണ്ടു തീരാത്തത്ര വിസ്മയങ്ങൾ അതിനകത്തുണ്ട്. സമയമില്ല. ഞാനും ഈ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് താഴോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അതുകൂടെ ഒന്ന് പകർത്തി കാണുകയാണ്. കുത്തുപണികളാണ്. ഞാൻ ഇത്രയും അടുത്തിരുന്ന് തൊട്ടിരുന്ന് കാണുകയാണത്. കണ്ടില്ലേ, എന്താണ് പറയേണ്ടത്? ഇതിവരെങ്ങനെ ഇരുന്ന് ചെയ്തു, ഇതെങ്ങനെ ഇതിവിടെ കയറ്റി, എത്ര കാലം ഇതിനെടുത്തു? ഇതൊക്കെ ചോദ്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മിഷനിലാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്ത് തീർക്കാമെന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ കൈപ്പണികളാണെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ ഇത്രയധികം വിസ്മയത്തിലാക്കുക. ഈ 1500 വർഷമെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. അതിൻ്റെ തെളിവ് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ. എന്തായാലും ആഞ്ഞിലിത്തടിയാ. അതുകൊണ്ട് അതിൻ്റെ തെളിവാകണ്ടല്ലേ. AD 946 സ്ഥാപിച്ച സ്ഥിരാസ്ഥാപനമാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ പഴയ വട്ടെഴുത്ത് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഭാഷ തന്നെ നമുക്ക് എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷേ ഇത് വട്ടെഴുത്ത് ഭാഷയിൽ അന്നത്തെ ആ ഒരു കരാർ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കണ്ടില്ലേ, AD 946 സ്ഥാപിച്ച ശിലാശാസനമാണിത്. അതിൻ്റെ താഴെ ഇതിൻ്റെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രേഖകൾ വട്ടെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് പ്രാചീന ഭാഷയാണ്. ആ ഭാഷയെ നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, ആ ഭാഷയിൽ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. എന്തൊരു വിസ്മയമാണ്. ഏത് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഏത് കാലഘട്ടത്തെ സൃഷ്ടിയാണ് നോക്കിക്കാണുന്നത്.